എന്തിന് ഹെർബാലൈഫ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിച്ച് പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് നിരവധി കാര്യങ്ങൾ സെയിം പാറ്റേണിൽ ചെയ്യണമെന്ന് നിങ്ങളുടെ കോച്ചുമാർ പറഞ്ഞു തന്നിട്ടുണ്ടായിരിക്കും. എന്തിനു വേണ്ടിയിട്ടാണ് ന്യൂട്രീഷൻ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് ഇതുപോലെ സെയിം പാറ്റേണിൽ ഓരോ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്നത്? എന്തെല്ലാം കാര്യങ്ങളാണ് ഇതുപോലെ സെയിം പാറ്റേണിൽ കൃത്യമായിട്ട് റിസൾട്ട് ലഭിക്കാനായിട്ട് ചെയ്യേണ്ടത്? ഇതുപോലുള്ള ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഉത്തരമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്യുന്നത്. ഹെർബാലൈഫ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിച്ച് പ്രോഗ്രാം ചെയ്യുന്ന എല്ലാ വ്യക്തികൾക്കും ഇതുപോലെ നിരവധി ചോദ്യങ്ങൾ മനസ്സിലുണ്ടായിരിക്കും. നിങ്ങൾക്ക് ഇതുപോലുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കോച്ചിനോട് ചോദിക്കുക. ചോദിച്ചൊരു ക്ലാരിറ്റി വരുത്തിയാൽ മാത്രമാണ് നിങ്ങൾക്ക് ന്യൂട്രീഷൻ പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ന്യൂട്രീഷൻ പ്രോഗ്രാം ചെയ്യുന്ന എല്ലാവർക്കും തന്നെ വളരെ കോമൺ ആയിട്ടുള്ള സംശയമായിരിക്കും, എന്തിനു വേണ്ടിയിട്ടായിരിക്കും ഈ കാര്യങ്ങൾ ഇതുപോലെ പാറ്റേൺ ആയിട്ട് ചെയ്യുന്നത്? ഇതുപോലെ ഒരേ പാറ്റേൺ ഫോളോ ചെയ്ത് പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? ഇങ്ങനെ നിരവധി സംശയങ്ങൾ ഓരോരുത്തരുടെയും മനസ്സിലുണ്ടായിരിക്കും. ഇങ്ങനെയുള്ള സംശയങ്ങൾക്ക് ഒരു ക്ലാരിറ്റി ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഷെയർ ചെയ്യുന്നത്. ന്യൂട്രീഷൻ പ്രോഗ്രാം ചെയ്യുന്ന എല്ലാവരുടെയും മൈൻഡിൽ വളരെ കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഈ കാര്യം എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്? ഇതുപോലുള്ള സംശയം നമ്മുടെ മൈൻഡിൽ തോന്നാൻ ഇടയാക്കുന്ന ചില കാര്യങ്ങൾ ഇവയൊക്കെയാണ്. നമ്പർ 1, ബ്രേക്ക്ഫാസ്റ്റിന് മസ്റ്റ് ആയിട്ട് ന്യൂട്രീഷൻ ഷേക്ക് തന്നെ യൂസ് ചെയ്യണം. എന്തിനാണ് ബ്രേക്ക്ഫാസ്റ്റ് മസ്റ്റ് ആയിട്ട് ന്യൂട്രീഷൻ ഷേക്ക് തന്നെ യൂസ് ചെയ്യാൻ പറയുന്നത്? ഇത് എല്ലാവർക്കും തന്നെയുള്ളൊരു ചോദ്യമാണ്. കാലറി മാനേജ് ആവാനും കൃത്യമായിട്ട് റിസൾട്ട് ലഭിക്കാനായിട്ട് വേറെ ഏതെങ്കിലും സമയത്ത് എടുത്താൽ പോരെ? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ എല്ലാവരുടെയും മൈൻഡിലുണ്ടായിരിക്കും. ഈ ഒരു ചോദ്യത്തിനാണ് നമ്മൾ ഫസ്റ്റ് മറുപടി തരുന്നത്. ഹെർബാലൈഫ് ന്യൂട്രീഷൻ ഷേക്കിൽ അടങ്ങിയിരിക്കുന്നത് ഒരു ദിവസം നമ്മുടെ ശരീരത്തിന് ആവശ്യമായുള്ള വിറ്റമിൻസ്, മിനറൽസ് ഇതെല്ലാം കൃത്യമായിട്ട് അടങ്ങിയിട്ടുള്ള ഒരു ന്യൂട്രീഷൻ ഷേക്കാണ്. ന്യൂട്രീഷൻ ഷേക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമ്മൾ കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ഒരു ദിവസം വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പ്രോപ്പറായിട്ട് ലഭിക്കുന്നതാണ്. അതുകൂടാതെ രാവിലെ നമ്മൾ കഴിക്കുന്നത് ബ്രെയിൻ ഫുഡ് എന്നാണ് പറയുന്നത്. കൃത്യമായിട്ട് നമ്മുടെ ബ്രെയിൻ ഫംഗ്ഷൻ പ്രോപ്പറായിട്ട് നടക്കാൻ വേണ്ടിയിട്ടുള്ള ഫുഡാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് വളരെ ന്യൂട്രീഷൻ വാല്യൂ ഉള്ള ഫുഡ് കഴിച്ചാൽ മാത്രമാണ് നമ്മുടെ ശരീരത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും കൃത്യമായിട്ട് നടക്കത്തുള്ളൂ. നമ്മുടെ ശരീരത്തിലെ എല്ലാ ഫംഗ്ഷനും പ്രോപ്പറായിട്ട് നടക്കാൻ വേണ്ടി തന്നെയാണ് രാവിലെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഹെർബാലൈഫ് ന്യൂട്രീഷൻ ഷേക്ക് തന്നെ യൂസ് ചെയ്യാൻ പറയുന്നത്. അതുകൂടാതെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് രാജാവിനെ പോലെ കഴിക്കണമെന്നാണ് പറയുന്നത്. രാജാവിനെ പോലെ എന്ന് പറയുമ്പോൾ ഇവിടെ ക്വാണ്ടിറ്റി അല്ല നോക്കുന്നത്, ക്വാളിറ്റിയാണ് നോക്കുന്നത്. നമ്മുടെ ശരീരത്തിന് ആവശ്യമായുള്ള വിറ്റമിൻസ്, മിനറൽസ്, ന്യൂട്രീഷൻ കാര്യങ്ങൾ ഇതെല്ലാം കൃത്യമായിട്ട് അടങ്ങിയിട്ടുള്ള ഭക്ഷണമായിരിക്കണം രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കേണ്ടത്. ഇതുപോലെ കൃത്യമായിട്ട് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഭക്ഷണങ്ങൾ തിരഞ്ഞെടുത്ത് കഴിച്ചാൽ മാത്രമാണ് നമ്മൾ നല്ല ഹെൽത്തി ആയിട്ട് മുന്നോട്ട് ട്രാവൽ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അങ്ങനെ നോക്കുവാണെങ്കിൽ നമ്മൾ എല്ലാവരും തന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കുന്നത് വേൾഡ് നമ്പർ 1 ഹെൽത്തി ന്യൂട്രീഷൻ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ന്യൂട്രീഷൻ കൃത്യമായിട്ട് ഡെയിലി ബേസിൽ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാവരും തന്നെ ഹെൽത്തി ആയിട്ടായിരിക്കും മുന്നോട്ട് ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഉള്ളതുകൊണ്ടാണ് രാവിലെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ന്യൂട്രീഷൻ ഷേക്ക് തന്നെ യൂസ് ചെയ്യാനായിട്ട് എല്ലാ കോച്ചുമാരും പറയുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ ന്യൂട്രീഷൻ പ്രോഗ്രാമിൽ ഒരു പൂർണ്ണത വരണമെങ്കിൽ രാവിലത്തെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഹെർബാലൈഫ് ന്യൂട്രീഷൻ ഷേക്ക് തന്നെ യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യത്തിന് സംശയങ്ങളൊന്നും വെക്കാതെ എല്ലാവരും രാവിലെ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഹെർബാലൈഫ് ന്യൂട്രീഷൻ ഷേക്ക് തന്നെ യൂസ് ചെയ്യുക. നമ്പർ 2, വാട്ടർ ഇൻടേക്ക്. ന്യൂട്രീഷൻ പ്രോഗ്രാം ചെയ്യുന്ന എല്ലാവരോടും തന്നെ നിങ്ങളുടെ കോച്ചുമാർ പറഞ്ഞിട്ടുണ്ടായിരിക്കും നിങ്ങൾക്ക് എത്ര കിലോ ഭാരമുണ്ട് അതിന് ആനുപാതികമായിട്ട് ദിവസവും വെള്ളം കുടിക്കണമെന്നുള്ളത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഭക്ഷണത്തിന് അരമണിക്കൂർ മുമ്പ് തന്നെ വെള്ളം കൂടി സ്റ്റോപ്പ് ചെയ്യണം. ഭക്ഷണത്തിന് ശേഷം അരമണിക്കൂർ കഴിഞ്ഞിട്ട് വെള്ളം കൂടി സ്റ്റാർട്ട് ചെയ്യണം. ഈ കാര്യങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്? ഫസ്റ്റ് നമ്മൾ നോക്കുവാണെങ്കിൽ ശരീരത്തിന് ആനുപാതികമായിട്ട് വെള്ളം കുടിക്കണം എന്ന് പറഞ്ഞാൽ മാത്രമാണ് നമ്മുടെ ശരീരത്തിലെ ക്ലീനിങ് പ്രൊസീജിയർ കറക്റ്റായിട്ട് നടക്കത്തുള്ളൂ. നമ്മളെല്ലാവരും ശരീരത്തിന്റെ പുറം ക്ലീൻ ആവാനായിട്ട് ഡെയിലി ബേസിൽ കുളിക്കുന്നത് പോലെ തന്നെ നമ്മുടെ ഇന്നർ ബോഡിയും ക്ലീൻ ആവേണ്ട ആവശ്യമുണ്ട്. ഇന്നർ ബോഡി പ്രോപ്പറായിട്ട് ക്ലീനിങ് നടക്കാനായിട്ട് ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്നുള്ളത് വാട്ടർ ഇൻടേക്ക് തന്നെയാണ്. ഇതുപോലെ ഡെയിലി ബേസിൽ നമ്മുടെ ഇന്നർ ബോഡി പ്രോപ്പറായിട്ട് ക്ലീനിങ് നടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശരീരത്തിന് ആനുപാതികമായിട്ട് എല്ലാ ദിവസവും വെള്ളം കുടിക്കുന്നത്. ഇന്നർ ബോഡി ക്ലീൻ ആവുന്നതോടൊപ്പം തന്നെ നമ്മുടെ വെയിറ്റ് ലോസിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ്, ഫാറ്റ് ലോസിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ്, അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ ടോക്സിനെ പുറന്തള്ളാനും സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഈ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നടക്കണമെങ്കിൽ ഡെയിലി ബേസിൽ നമ്മുടെ ശരീരഭാരത്തിന് ആനുപാതികമായിട്ട് നമ്മൾ വെള്ളം കുടിച്ചിരിക്കണം. ഈ ഒരു പ്രോസസ്സ് കൃത്യമായിട്ട് നടക്കാൻ വേണ്ടിയിട്ടാണ് ഡെയിലി ബേസിൽ നിങ്ങൾ എല്ലാവരോടും തന്നെ നിങ്ങളുടെ കോച്ചുമാർ കൃത്യമായിട്ട് വാട്ടർ ഇൻടേക്ക് എടുക്കാനായിട്ട് പറയുന്നത്. നെക്സ്റ്റ് നോക്കുവാണെങ്കിൽ ഭക്ഷണത്തിന് അരമണിക്കൂർ മുമ്പേ വാട്ടർ ഇൻടേക്ക് സ്റ്റോപ്പ് ചെയ്യണം. ഭക്ഷണത്തിന് അരമണിക്കൂറിന് ശേഷം വാട്ടർ ഇൻടേക്ക് സ്റ്റാർട്ട് ചെയ്യണം. ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത്? ന്യൂട്രീഷൻ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് ഭക്ഷണത്തോടൊപ്പം വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഡൈജഷൻ പ്രക്രിയ കൃത്യമായിട്ട് നടക്കാൻ ചാൻസ് വളരെയധികം കുറവാണ്. അതുകൊണ്ട് തന്നെയാണ് ഭക്ഷണത്തിന് അരമണിക്കൂർ മുമ്പ് വെള്ളം കൂടി സ്റ്റോപ്പ് ചെയ്യാൻ പറയുന്നത്. ഭക്ഷണം കഴിഞ്ഞിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ട് വാട്ടറിലേക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറയുന്നത്. ഈ ഒരു പ്രോസസ്സ് കൃത്യമായിട്ട് ഫോളോ ചെയ്താൽ മാത്രമാണ് നിങ്ങളുടെ ഡൈജഷൻ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നടക്കത്തുള്ളൂ. ഈ ഒരു പ്രോസസ്സിന് വേണ്ടിയിട്ടാണ് വാട്ടർ ഇൻടേക്കിന്റെ ടൈം കൃത്യമായിട്ട് നിങ്ങളുടെ കോച്ച് ഓരോരുത്തരോടും പറഞ്ഞിട്ടുള്ളത്. ഹെർബാലൈഫ് ന്യൂട്രീഷൻ പ്രോഗ്രാം എന്നത് നമ്മുടെ ലൈഫ് സ്റ്റൈലിനെ ടോട്ടലി ചേഞ്ച് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള പുതിയ ഹാബിറ്റുകൾ ശീലമാക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്പർ 3, നൈറ്റ് ന്യൂട്രീഷൻ ഷേക്ക് യൂസ് ചെയ്യുന്നത് എന്തിനാണ്? ഈ ഒരു ചോദ്യം ന്യൂട്രീഷൻ പ്രോഗ്രാം ചെയ്യുന്ന 2 കാറ്റഗറി ആളുകൾ ചോദിക്കുന്നുണ്ട്. നമ്പർ 1, ക്യൂരിയോസിറ്റിക്ക് വേണ്ടി ചോദിക്കുന്ന ആളുകൾ. നമ്പർ 2, പ്രൊഡക്റ്റിൽ പിശുക്ക് കാണിക്കുന്ന ആളുകൾ ചോദിക്കുന്ന ചോദ്യം. ഇതുപോലെ 2 കാറ്റഗറി ആളുകളാണ് ഈ ചോദ്യം വളരെ കോമൺ ആയിട്ട് ചോദിക്കുന്നത്. ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിച്ച് വെയിറ്റ് ലോസ് ചെയ്യുമ്പോഴും വെയിറ്റ് ഗെയിൻ പ്രോഗ്രാം ചെയ്യുമ്പോഴാണ് രാവിലെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും നൈറ്റ് ഡിന്നർ ആയിട്ടും ന്യൂട്രീഷൻ ഷേക്ക് യൂസ് ചെയ്യാൻ പറയുന്നത്.
ഈ ഒരു ഫോർമാറ്റ് കൃത്യമായിട്ട് യൂസ് ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ രണ്ട് പ്രോഗ്രാമിലും നല്ല റിസൾട്ട് ലഭിക്കത്തുള്ളൂ. വെയിറ്റ് ലോസ് ചെയ്യുന്ന വ്യക്തികൾ പ്രൊഡക്റ്റ് ലാഭിക്കാൻ വേണ്ടിയിട്ട് നൈറ്റ് ഡിന്നർ ന്യൂട്രി ഷേക്ക് ഒഴിവാക്കിയതിന് ശേഷം കാർബോഹൈഡ്രേറ്റ് ഭക്ഷണങ്ങൾ കഴിച്ചു വരുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. ഇതുപോലെ നിങ്ങൾ ഷേക്ക് സ്കിപ്പ് ചെയ്ത് ഡിന്നറിന് വേറെ ഭക്ഷണങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങളുടെ വെയിറ്റ് ലോസ് സ്മൂത്ത് ആയിട്ട് മുന്നോട്ട് പോകത്തില്ല. ഇതിന്റെ കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നൈറ്റ് ന്യൂട്രി ഷേക്ക് കഴിക്കുമ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ന്യൂട്രി ഷേക്ക് ഡൈജസ്റ്റ് ആവുന്നു. നമ്മൾ ഉറങ്ങുന്നതിന് മുന്നേ തന്നെ നമ്മൾ കൺസ്യൂം ചെയ്ത ന്യൂട്രി ഷേക്ക് ഡൈജസ്റ്റ് ആവുന്നതുകൊണ്ട് തന്നെ രാത്രി സമയങ്ങളിൽ ശരീരത്തിൽ ഫാറ്റ് അക്യുമുലേറ്റ് ആവുന്നില്ല. നേരെ മറിച്ച് നോർമൽ ഭക്ഷണങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉറങ്ങുന്ന സമയത്ത് പോലും കൃത്യമായിട്ട് നമ്മുടെ ഡൈജഷൻ പ്രോപ്പർ ആയിട്ട് ഉണ്ടാകത്തില്ല. ഇതുപോലെ ഡൈജഷൻ പ്രോപ്പർ ആവാതെ വരുമ്പോൾ ഈ ഭക്ഷണം എനർജി ആയിട്ട് കൺവേർട്ട് ആവാതെ നേരെ ഫാറ്റ് ആയിട്ട് സ്റ്റോർ ആയിട്ട് നമ്മുടെ ശരീരത്തിൽ അക്യുമുലേറ്റ് ആവുന്നതാണ്. ഓൾറെഡി നമ്മുടെ ശരീരത്തിൽ ഫാറ്റ് ഒക്കെ കൂടുതലായതുകൊണ്ട് തന്നെയാണ് നമ്മൾ ന്യൂട്രീഷൻ പ്രോഗ്രാം ചെയ്യാൻ വന്നിട്ടുള്ളത്. വീണ്ടും നമ്മൾ ഇതുപോലെ തന്നെ നൈറ്റ് കാർബോഹൈഡ്രേറ്റ് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും നമ്മുടെ ശരീരത്തിൽ ഫാറ്റ് അക്യുമുലേറ്റ് ആവുന്നതാണ്. ഒരിക്കലും നമ്മൾ ചെയ്യുന്ന പ്രോഗ്രാം കൃത്യമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് പ്രൊഡക്റ്റിൽ പിശുക്ക് കാണിക്കാതെ വെയിറ്റ് ലോസ് ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ വെയിറ്റ് ഗെയിൻ ചെയ്യുന്ന വ്യക്തികളാണ് കൃത്യമായിട്ട് രാവിലെ ന്യൂട്രീഷൻ ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ ഡിന്നറിന് ന്യൂട്രീഷൻ പ്രോഡക്റ്റ് യൂസ് ചെയ്യുക. നിങ്ങളുടെ കോച്ചുമാർ കൃത്യമായിട്ട് ചെയ്യാൻ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് നല്ല റിസൾട്ട് ലഭിക്കത്തുള്ളൂ. അതല്ലാതെ നിങ്ങളുടെ കോച്ചുമാർ പറയുന്ന കാര്യത്തിന് ഓപ്പോസിറ്റ് കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് റിസൾട്ട് ലഭിക്കത്തില്ല. കയ്യിലുള്ള ക്യാഷ് മാത്രം നഷ്ടമാവത്തേ ഉള്ളൂ. അതുകൊണ്ട് കൃത്യമായിട്ട് നൈറ്റ് ഡിന്നറായിട്ട് ന്യൂട്രി ഷേക്ക് തന്നെ യൂസ് ചെയ്യുക. ഇനി നിങ്ങളുടെ റിസൾട്ടും പ്രോഗ്രാമും അടിസ്ഥാനപ്പെടുത്തി നിങ്ങൾ നൈറ്റ് കഴിക്കുന്ന ന്യൂട്രീഷൻ പേഴ്സണലൈസ് ചെയ്ത് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അത് നിങ്ങളുടെ കോച്ചിനോട് കൃത്യമായിട്ട് ചോദിക്കുക, കോച്ച് പറഞ്ഞു തരുന്നതാണ്. നമ്പർ 3, എന്ത് കാരണം കൊണ്ടാണ് എഫ്രഷ് എനർജി ഡ്രിങ്ക് 7 മണിക്ക് ശേഷം കുടിക്കാൻ പാടില്ല എന്ന് പറയുന്നത്? എഫ്രഷ് എന്നത് നമുക്കൊരു എനർജി ഡ്രിങ്ക് ആയിട്ടാണ് ഹെർബലൈഫ് ന്യൂട്രീഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. ന്യൂട്രീഷൻ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് എഫ്രഷ് എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം നമ്മൾ കുടിക്കുന്ന ചായ, കാപ്പി അതിന് പകരമായിട്ടാണ് എഫ്രഷ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ചായ, കാപ്പി കുടിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ അധികമായിട്ട് കഫീനും അതോടൊപ്പം തന്നെ ബാഡ് കാലറിയും ആഡാവുന്നുണ്ട്. ഇതുപോലെ നമ്മുടെ ശരീരത്തിൽ ആവശ്യമില്ലാതെ ആഡാവുന്ന ബാഡ് കാലറി ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ചായക്കും കാപ്പിക്കും പരമായിട്ട് എഫ്രഷ് എനർജി ഡ്രിങ്ക് ന്യൂട്രീഷൻ പ്രോഗ്രാം സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത്. എഫ്രഷ് വളരെ ചൂടായിട്ട് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബ്ലഡിൽ ഓക്സിജൻ ലെവൽ ഇൻക്രീസ് ചെയ്യാനും അതോടൊപ്പം തന്നെ ഓൾ ഡേ നല്ല ആക്റ്റീവായിട്ട് നമുക്ക് മുന്നോട്ട് പോകാനും സാധിക്കുന്നതാണ്. എഫ്രഷ് യൂസ് ചെയ്യുമ്പോൾ വളരെ ചെറിയൊരു അംശം കഫീൻ മാത്രമാണ് നമ്മുടെ ശരീരത്തോട്ട് ആഡാകുന്നത്. അതുപോലെ തന്നെ വളരെ ചെറിയ കാലറിയാണ് എഫ്രഷിൽ അടങ്ങിയിരിക്കുന്നത്. ഇതൊക്കെയാണ് എഫ്രഷ് കുടിച്ച് കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. ഇനി 7 മണിക്ക് ശേഷം എഫ്രഷ് കുടിക്കുമെന്ന് പറയാനുള്ള മെയിൻ കാരണം എഫ്രഷ് കുടിച്ച് കഴിയുമ്പോൾ നമ്മുടെ ബ്ലഡിൽ ഓക്സിജൻ ലെവൽ ഇൻക്രീസ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നമുക്ക് നല്ല ആക്റ്റീവായിട്ട് മുന്നോട്ട് പോകാനും സാധിക്കുന്നു. എന്നാൽ 7 മണിക്ക് ശേഷം എഫ്രഷ് കുടിക്കുമ്പോൾ ഈ ഒരു പ്രക്രിയ നടക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഉറക്കത്തിനെ ബാധിക്കാനായിട്ട് വളരെയധികം ചാൻസ് കൂടുതലാണ്. നമ്മുടെ ഉറക്കം കൃത്യമായ മാത്രമാണ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് യൂസ് ചെയ്താൽ നമുക്ക് നല്ല റിസൾട്ട് ലഭിക്കത്തുള്ളൂ. ഇതുപോലെ നമ്മുടെ ഉറക്കത്തിനെ ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് രാത്രി 7 മണിക്ക് ശേഷം എഫ്രഷ് എനർജി കുടിക്കരുതെന്ന് പറയാനുള്ള മെയിൻ കാരണം. ഇതുപോലെ എഫ്രഷ് 7 മണിക്ക് ശേഷം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും തന്നെ ഉറക്കത്തിന് ഡിസ്റ്റർബൻസ് കാണിക്കാറില്ല. എന്നാലും വളരെ കോമൺ ആയിട്ട് മിക്ക ആളുകളും ഇത് കണ്ടുവരാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എഫ്രഷ് 7 മണിക്ക് ശേഷം യൂസ് ചെയ്യുന്നത് പറയാനുള്ള മെയിൻ കാരണം. നമ്പർ 5, വെയിറ്റ് ലോസിനെ സപ്പോർട്ട് ചെയ്യുന്ന അഡ്വാൻസ്ഡ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഫുഡിന് മുന്നേ കഴിക്കണമെന്ന് പറയാനുള്ള കാരണം എന്ത്? ബേസിക് ന്യൂട്രീഷനോടൊപ്പം തന്നെ വെയിറ്റ് ലോസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് അഡ്വാൻസ്ഡ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഹെർബലൈഫ് കമ്പനി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ പ്രോഡക്ട്സുകളെല്ലാം തന്നെ കൃത്യമായിട്ട് ഏത് സമയത്താണോ കഴിക്കാൻ പറഞ്ഞിരിക്കുന്നത് ആ സമയത്ത് കൃത്യമായിട്ട് കഴിച്ചാൽ മാത്രമാണ് ബെറ്റർ റിസൾട്ട് ലഭിക്കത്തുള്ളൂ. ഭക്ഷണത്തിന് മുന്നേ കഴിക്കേണ്ട പ്രോഡക്ട്സുകൾ കൃത്യമായിട്ട് ഭക്ഷണത്തിന് അരമണിക്കൂർ മുന്നേ കഴിച്ചിരിക്കണം. നോർമലി വെയിറ്റ് ലോസിനെ സപ്പോർട്ട് ചെയ്യുന്ന അഡ്വാൻസ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് എല്ലാം തന്നെ ഭക്ഷണത്തിന് അരമണിക്കൂർ മുന്നേ തന്നെയാണ് കഴിക്കേണ്ടത്. ഭക്ഷണത്തിന് മുന്നേ ഈ പറയുന്ന അഡ്വാൻസ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് കഴിച്ചാൽ മാത്രമാണ് ഈ പ്രോഡക്ട്സിന്റെ കാലറി നമ്മുടെ ശരീരത്തിൽ ആഡാവാതിരിക്കത്തുള്ളൂ. ഭക്ഷണത്തിന് ശേഷം ഇതുപോലുള്ള അഡ്വാൻസ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് കഴിച്ചു കഴിഞ്ഞാൽ ഈ കഴിക്കുന്ന അഡ്വാൻസ് ന്യൂട്രീഷൻ പ്രോഡക്ട്സിന്റെ കാലറി നമ്മുടെ ശരീരത്തിൽ ആഡാവുന്നതാണ്. ഇത് വെയിറ്റ് ലോസിനെ ഒരു രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നതല്ല. അതുകൊണ്ട് തന്നെ ഭക്ഷണത്തിന് മുന്നേ കഴിക്കാൻ പറഞ്ഞിട്ടുള്ള അഡ്വാൻസ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് എല്ലാം തന്നെ ഭക്ഷണത്തിന് മുന്നേ കൃത്യമായിട്ട് കഴിക്കുക. വെയിറ്റ് ലോസ് സ്മൂത്തായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുക. എന്തെല്ലാം പ്രോഡക്ട്സ് ആണ് ഏതൊക്കെ സമയത്താണ് കഴിക്കേണ്ടതെന്ന് കൃത്യമായിട്ട് നിങ്ങളുടെ കോച്ചിനോട് ചോദിച്ചിട്ട് മനസ്സിലാക്കുക. അതല്ലെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്താലും കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു തരുന്നതാണ്. നമ്പർ 6, സ്കീംഡ് മിൽക്ക് യൂസ് ചെയ്താൽ പോരെ, ഷേക്ക് മേറ്റ് എന്തിന്? ഹെർബലൈഫ് ന്യൂട്രീഷൻ കമ്പനി ഷേക്ക് മേറ്റ് ലോഞ്ച് ചെയ്തിട്ട് അധിക കാലമൊന്നും ആയിട്ടില്ല. അതിന് മുന്നേ വരെ സ്കീംഡ് മിൽക്കിലാണ് ന്യൂട്രീഷൻ ഷേക്ക് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നത്. ന്യൂട്രീഷൻ ഷേക്ക് സ്കീംഡ് മിൽക്കിൽ പ്രിപ്പയർ ചെയ്തതിൽ യാതൊരു കുഴപ്പമില്ല. പക്ഷേ നമുക്ക് ഷേക്ക് മേറ്റ് അവൈലബിൾ ആയതുകൊണ്ട് തന്നെ ഷേക്ക് മേറ്റ് ആണ് ഏറ്റവും നല്ലത്. ഷേക്ക് മേറ്റിൽ യാതൊരു തരത്തിലുമുള്ള കെമിക്കൽസോ പ്രിസർവേറ്റീവ്സോ ഒന്നും തന്നെ കമ്പനി ആഡ് ആക്കുന്നില്ല. വളരെ പ്യൂറായിട്ട് നാച്ചുറൽ ആയിട്ടാണ് ഷേക്ക് മേറ്റ് നമ്മുടെ കയ്യിൽ ലഭിക്കുന്നത്. എന്നാൽ സ്കീംഡ് മിൽക്ക് നോക്കുകയാണെങ്കിൽ ഒരുപാട് തരത്തിലുള്ള കെമിക്കൽ അതിനകത്ത് ആഡ് ആവുന്നുണ്ട്. ഡെയിലി ബേസിൽ കെമിക്കൽ കഴിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ശരീരത്തിന് ഒട്ടും തന്നെ നല്ലതല്ല. അതുകൂടാതെ ഷേക്ക് മേറ്റ് സ്കീംഡ് മിൽക്ക് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഷേക്ക് മേറ്റിലാണ് പ്രോട്ടീൻ്റെ അളവ് വളരെയധികം കൂടുതലുള്ളത്. പ്രോട്ടീൻ കൂടുതലുള്ളതുകൊണ്ട് തന്നെ നമ്മുടെ വിശപ്പിനെ കൺട്രോൾ ചെയ്യാനായിട്ട് വളരെയധികം ഷേക്ക് മേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഷേക്ക് മേറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സ്കീംഡ് മിൽക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാലും വിലയിൽ വലിയ വ്യത്യാസങ്ങളൊന്നും നിങ്ങൾക്ക് ഒരു മാസത്തിൽ വരുന്നില്ല. കൃത്യമായിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഷേക്ക് മേറ്റ് മാത്രം കൃത്യമായിട്ട് യൂസ് ചെയ്യുക. അതുകൂടാതെ സ്കീംഡ് മിൽക്കിൽ ന്യൂട്രി ഷേക്ക് പ്രിപ്പയർ ചെയ്യുന്നതിനേക്കാൾ റിസൾട്ട് ലഭിക്കുന്നത് ഷേക്ക് മേറ്റിൽ പ്രിപ്പയർ ചെയ്യുമ്പോഴാണ്. നമ്പർ 7, ഈവനിങ് സ്നാക്ക് ടൈമിൽ സ്നാക്സ് ഐറ്റംസ് ഒഴിവാക്കേണ്ടത് എന്തിന്?
ഈ കാര്യം വളരെ സിമ്പിളാണ്. ഈവനിങ് സ്നാക്ക് ടൈമിൽ സ്നാക്സ് ഐറ്റംസ് ഒഴിവാക്കി കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ കാലറി അത്രയും കുറവ് മാത്രമാണ് അവിടെ ആവത്തുള്ളൂ. കാലറി മാനേജ്മെന്റ് പ്രോപ്പറായിട്ട് നടക്കുന്നതാണ്. ഈവനിങ് സമയത്ത് നിങ്ങൾ ചെറുകടികൾ എന്തെങ്കിലും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, വറുത്തതും പോലെയുള്ള ഭക്ഷണങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കാണുമ്പോൾ ചെറിയ ഐറ്റം ആണെങ്കിൽ പോലും അതിന് വളരെയധികം കാലറിയാണ് നമ്മുടെ ശരീരത്തോട്ട് ആടാവുന്നത്. ഇതുപോലുള്ള ബാഡ് കാലറി ഐറ്റംസും നമ്മുടെ ശരീരത്തിൽ ആടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈവനിങ് സ്നാക്ക് ടൈമിൽ ഒന്നും തന്നെ കഴിക്കുന്നതെന്ന് പറയാനുള്ള മെയിൻ കാരണം. ഇനി നിങ്ങൾക്ക് വിശപ്പിന് ഒട്ടും തന്നെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ വൈകുന്നേരത്തെ എയർ ഫ്രഷനോടൊപ്പം നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ടുള്ള സ്നാക്ക് ഐറ്റംസ് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. എന്തൊക്കെയാണ് ഹെൽത്തി ആയിട്ടുള്ള സ്നാക്ക് ഐറ്റംസ് എന്ന് നിങ്ങളുടെ കോച്ചിനോട് ചോദിക്കുക, അല്ലെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്യാൻ റിപ്ലൈ ആയിരുന്നായിരിക്കും. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ കാര്യങ്ങളൊക്കെയാണ് വളരെ കോമൺ ആയിട്ട് എന്തിനെന്ന് മിക്ക ആളുകളും ചോദിക്കുന്ന ചോദ്യങ്ങൾ. ഇതുപോലുള്ള എന്തിനെന്നുള്ള കാര്യങ്ങൾക്ക് ഒരു ക്ലാരിറ്റി ലഭിച്ചു എന്ന് പ്രതീക്ഷിക്കുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ട് സംശയം എന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാൻ തീർച്ചയായും റിപ്ലൈ ആയിരുന്നായിരിക്കും. ഇതുപോലെ നിങ്ങൾക്കുണ്ടാകുന്ന സംശയങ്ങൾ ഒരിക്കലും മൈൻഡിൽ വെക്കാതെ കൃത്യമായിട്ട് കോച്ചിനോട് ചോദിച്ച ഒരു ക്ലാരിറ്റി ആക്കിയതിന് ശേഷം മാത്രം പ്രോഗ്രാം ചെയ്ത് മുന്നോട്ട് പോവുക. സംശയങ്ങൾക്കെല്ലാം ക്ലാരിറ്റി ലഭിച്ചാൽ മാത്രമാണ് ഫാസ്റ്റ് ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് നല്ല റിസൾട്ട് എടുക്കാൻ സാധിക്കത്തുള്ളൂ. ഹെർബാലൈഫുമായി ബന്ധപ്പെട്ടോ, ഹെർബാലൈഫ് പ്രൊഡക്ട്സുമായി ബന്ധപ്പെട്ടോ, ഹെർബാലൈഫ് ഫോളോബുമായി ബന്ധപ്പെട്ടോ, ഇതുപോലുള്ള സംശയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം എന്നെ കോൺടാക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. എൻ്റെ നമ്പർ ഞാൻ താഴെ കൊടുത്തിരിക്കാം. നിങ്ങൾക്ക് സംശയങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യാം. തീർച്ചയായും റിപ്ലൈ ആയിരിക്കും. അതിൽ കമന്റ് ബോക്സ് മെൻഷൻ ചെയ്താൽ റിപ്ലൈ ആയിരിക്കും. ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോയുടെ സ്റ്റോപ്പ് ചെയ്യുന്നു. അടുത്തൊരു വീഡിയോയുടെ കൂടെ കാണാം. എല്ലാവരും ഹാപ്പിയായി, ഹെൽത്തിയായി, ഓൾ ഫാമിലി ഹോസ്പിറ്റലിൽ മുന്നോട്ട് ട്രാവൽ ചെയ്യുക. താങ്ക് യു.